വെൽക്കം ടു എയ്സാക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹിസ്റ്ററിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരുന്നത്. കേരള സംസ്ഥാനം നിലവിൽ വരുന്നതിന് മുൻപ് നമ്മൾ കേരളത്തിനെ 3 മുറിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇതില് ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഏത്? തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം. ഏത് നാട്ടുരാജ്യമാണ്? തിരുവിതാംകൂർ നാട്ടുരാജ്യം. നമുക്കറിയാം തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ 12ഓളം ഭരണാധികാരികള് ആ നാട്ടുരാജ്യം ഭരിച്ചിട്ടുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം സ്ഥാപിക്കുന്നത്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ആ നാട്ടുരാജ്യം ഭരിച്ച അവസാനത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. 12 രാജാക്കന്മാരിൽ 3 പേരെന്ന് പറയുന്നത് വനിതകളായിരുന്നു. ഓർത്തു വയ്ക്കണം, തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയുടെ പേരാണ് റാണി ഗൗരി ലക്ഷ്മിബായി. അവർക്ക് ശേഷം അടുത്തതായിട്ട് ആ നാട്ടുരാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നത് റാണി ഗൗരി പാർവതിബായി ആണ്. ഏറ്റവും ഒടുവിലായിട്ട് തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം ഭരിച്ച ഭരണാധികാരിയുടെ പേരാണ് റാണി സേതുലക്ഷ്മിബായി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു തിരുവിതാംകൂർ നാട്ടുരാജ്യം എന്ന് പറയുന്നത്. അതേസമയം കൊച്ചി എന്ന് പറയുന്നൊരു നാട്ടുരാജ്യം ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ മലബാർ. ഇങ്ങനെ 3 നമ്മൾ കേരളത്തിനെ മുറിക്കുന്നു. ഈ 3 ഭാഗങ്ങളില് തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിലെ ജനത ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുന്നതിൽ അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനം സാധ്യമായിട്ടുള്ള ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം. ഒരുപാട് ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുള്ളതാണ്. ക്ഷേത്രപ്രവേശനം, തിരുവിതാംകൂറിലെ ജനത അമ്പലത്തിലോട്ട് കയറിയത് എന്നാണെന്ന് ചോദിക്കാറുണ്ട്. തിരുവിതാംകൂറിലെ ജനതയ്ക്ക് ക്ഷേത്രപ്രവേശനം സാധ്യമായ ദിവസമാണെന്ന് 1936 നവംബർ 12 എന്നാണ്. 1936 നവംബർ 12. ഇനി അതേസമയം ഇങ്ങനെ ഒരു വിളംബരമൊക്കെ പുറപ്പെടുവിക്കുന്നത് നമുക്കറിയാം. പണ്ട് കാലഘട്ടത്ത് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ജനതയ്ക്കും, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് കേരളത്തിലെ, അന്ന് കേരളമില്ല, ഈ പറഞ്ഞ 3 ഭാഗങ്ങളിലോട്ട്, നമ്മൾ എളുപ്പത്തിന് വേണ്ടി കേരളം എന്ന് നമ്മൾ പറയുന്നു, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലോട്ടൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രങ്ങളിലോട്ട് മാത്രമെന്നല്ല, ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിൽ കൂടി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സത്യാഗ്രഹങ്ങൾ കേരളത്തിലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതില് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യക്ക് ഉറപ്പുവരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചൊരു സത്യാഗ്രഹത്തിന്റെ പേരാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതേസമയം കൊച്ചിയുമായി ബന്ധപ്പെട്ട ഐത്തവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി മലബാറുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യാഗ്രഹങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതേസമയം ഓർത്തു വെക്കുക, നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത് തിരുവിതാംകൂറിലെ ജനത ക്ഷേത്രപ്രവേശനം, തിരുവിതാംകൂറിലെ ജനതയ്ക്ക് ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കാൻ കാരണമായിട്ടുള്ള സംഭവത്തിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിട്ടുള്ള ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. പുറത്തു വെക്കണം, ആരാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം അനുവദിച്ചു കൊടുത്തതെന്ന് ചോദിക്കാറുണ്ട്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. എന്നാണ് അങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നത്? 1936 നവംബർ 12 അതേസമയം അദ്ദേഹത്തിന്റെ 24ാം ജന്മദിനത്തിന്റെ അന്നാണ് ഇങ്ങനൊരു വിളംബരമൊക്കെ അദ്ദേഹം പുറപ്പെടുവിക്കുന്നത്. ഇനി ഈ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉത്തരവിറക്കുന്നതിന് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവാന്റെ, അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേരാണ് നമ്മൾ കേട്ടിട്ടുണ്ട്, സർ CP രാമസ്വാമി അയ്യർ. ആരാണ്? സർ CP രാമസ്വാമി അയ്യർ. അപ്പൊ തിരുവിതാംകൂർ നാട്ടുരാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയുടെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ദിവാന്റെ പേരാണ് സർ CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്നത്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാ എഴുതി തയ്യാറാക്കുന്നത്? നമുക്കൊക്കെ അറിയാം, ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കവിയായിട്ടുള്ള ഉള്ളൂർ S പരമേശ്വര അയ്യരാണ്. ഉള്ളൂരാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കുന്നത്.
അതേസമയം ഓർത്തുവെക്കണം, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം. എങ്ങനെ അറിയപ്പെടുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം ചോദിക്കാറുണ്ട്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. നമുക്കറിയാം, ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജിയുടെ കേരള സന്ദർശനം എത്ര തവണയാണ് ചോദിക്കാറുണ്ട്? 5 തവണയാണ്. അപ്പൊ ആദ്യം ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം, ഇന്ന് കേരളമില്ല, മലബാറിലോട്ടാണ് അദ്ദേഹം വരുന്നത്, 1920 അദ്ദേഹത്തിന്റെ രണ്ടാം കേരള സന്ദർശനം 1925 അദ്ദേഹത്തിന്റെ മൂന്നാം കേരള സന്ദർശനം 1927 അദ്ദേഹത്തിന്റെ നാലാം കേരള സന്ദർശനം 1934 അവസാന കേരള സന്ദർശനം 1937 അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്, ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചു? 5 തവണയാണ്. ആ 5 വർഷങ്ങൾ ഏതൊക്കെയാണ്? 1920, 1925, 1927, 1934, 1937. ഇതിലെ ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം 1937 ജനുവരി 12 അത് ഏതുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാറുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരവുമായൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം അവസാനമായിട്ട് കേരളത്തിലോട്ട്, അന്നത്തെ തിരുവിതാംകൂർ നാട്ടുരാജ്യം സന്ദർശിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 37 ഈ സന്ദർശന വേളയിൽ തന്നെയാണ് ഗാന്ധിജി ആരെ കണ്ടുമുട്ടുന്നത്? അയ്യൻകാളിയെ കണ്ടുമുട്ടുന്നത്. അയ്യൻകാളിയും ഗാന്ധിജിയും കണ്ടുമുട്ടിയ വർഷം കൂടിയാണ് ഏത്? 1937 എന്ന് പറയുന്നത്. ഇപ്പൊ ഓർത്തു വെക്കേണ്ടത് എന്താ? ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ഏത് സന്ദർഭവുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാറുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ്. 1937 ജനുവരി 12 അദ്ദേഹം അവസാനമായിട്ട് കേരളത്തിലോട്ട് വരുന്നത്, അന്നത്തെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലോട്ട് വരുന്നത്. ആ യാത്രയെ ഗാന്ധിജി തന്നെ വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥാടനം എന്നായിരുന്നു. എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഒരു തീർത്ഥാടനം. ഇനി നമ്മുടെ ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റി 2 കാര്യങ്ങൾ അഭിപ്രായപ്പെട്ടു. അത് രണ്ടും BSc ചോദിച്ചിട്ടുള്ളതാണ് പല എക്സാമിനായിട്ട്. അതിലൊന്ന് ആധുനിക കാലത്തെ മഹാത്ഭുതം. എന്താ പറയുന്നത്? ആധുനിക കാലത്തെ മഹാത്ഭുതം. 2 തിരുവിതാംകൂറിലെ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി. എന്താ പറഞ്ഞത്? തിരുവിതാംകൂറിലെ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി. അതേസമയം സി രാജഗോപാല ആചാര്യ പറയുന്നു, തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം. എന്താ പറഞ്ഞത്? തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ഓർത്തു വെക്കണം. തിരുവിതാംകൂറിലെ ജനത അല്ലെങ്കിൽ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക്, അവർണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയ സംഭവമാണ് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. അത് പുറപ്പെടുവിച്ച ഭരണാധികാരിയുടെ പേരാണ് ശ്രീ ചിത്തിര തിരുനാള്. അത് എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നതറിയപ്പെടുന്നു. ഗാന്ധിജിയുടെ 5 കേരള സന്ദർശനങ്ങൾ, അതിൽ 5ാം കേരള സന്ദർശനം 1937 ജനുവരി 12 ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ യാത്രയെ ഗാന്ധിജി തന്നെ വിശേഷിപ്പിച്ച ഒരു തീർത്ഥാടനം എന്നാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.